മലയാളികളുടെ ഒരു പ്രമുഖ വിഭവമായി കൂൺ മാറിക്കഴിഞ്ഞു. കൂൺ കൃഷി ചെയ്യുന്ന ഒട്ടേറെ കർഷകരും നമ്മുടെ നാട്ടിലുണ്ട്. കൂണിന്റെ ഒരു പുതിയ ഇനമാണ് പാൽ കൂൺ അഥവാ മിൽക്കി മഷ്റൂം. മിൽക്കി മഷ്റൂം കൊണ്ട് ഒട്ടേറെ ചൈനീസ് വിഭവങ്ങൾ നന്നായി തയ്യാറാക്കാൻ കഴിയും. മിൽക്കി മഷ്റൂമിന്റെ കൃഷിരീതികളാണ് ഇന്നത്തെ കൃഷിപാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂൺ അഥവാ കുമിൾ. ഇറച്ചിയുടെ സ്വാദുള്ള തനി വെജിറ്റേറിയൻ ഭക്ഷ്യപദാർത്ഥം. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആഹാരം. കൂൺ രണ്ടു തരമുണ്ട്. ചിപ്പിയുടെ ആകൃതിയിൽ കുട നിവർത്തുന്ന ചിപ്പിക്കൂണും തൂവെള്ള നിറമുള്ള പാൽക്കൂണും. ചിപ്പിക്കൂൺ മഴക്കാലത്ത് വളർത്താൻ അനുയോജ്യമാണ്. അതേസമയം മഴ മാറിക്കഴിഞ്ഞാൽ നന്നായി വളർത്താവുന്ന ഇനമാണ് പാൽക്കൂൺ. ഇടവമഴ കഴിയുമ്പോൾ വളക്കൂറുള്ള മണ്ണിൽ പാൽക്കൂണുകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അല്പം ശ്രദ്ധയോടെ അനുയോജ്യമായ മാധ്യമത്തിൽ വളർത്തിയെടുത്താൽ പാൽക്കൂൺ കൃഷി ആദായകരമായ ഒരു തൊഴിലാക്കാം. ഇതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കൂൺ വിത്ത് ഉപയോഗിക്കണം. വൈക്കോലാണ് കൂൺ കൃഷിയുടെ മാധ്യമം. പക്ഷേ ഉപയോഗിക്കുന്നതിന് മുമ്പ് വൈക്കോൽ അണുനശീകരണം നടത്തിയെടുക്കണം. ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ പുഴുങ്ങി വൈക്കോൽ അണുവിമുക്തമാക്കാം. അതിനു പകരം രാസവസ്തുക്കൾ ഉപയോഗിച്ചും വൈക്കോലിലെ അണുക്കളെ നശിപ്പിക്കാവുന്നതാണ്. ഇതിനായി ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ 20 ലിറ്റർ വെള്ളമൊഴിക്കണം. ഇതിലേക്ക് 10 മില്ലി ഫോർമാലിൻ, 1.5 ഗ്രാം ബാവിസ്റ്റിൻ എന്നിവ ചേർത്ത് വൈക്കോലിട്ട് നന്നായി ഇളക്കണം. അടുത്ത ദിവസം വൈക്കോൽ പുറത്തെടുത്ത് ഈർപ്പം കുറയ്ക്കുവാൻ നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ വിരിച്ചിടുക. വൈക്കോല് നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ, നമ്മുടെ മഴയുള്ള സമയമാണെങ്കിൽ കൂടുതൽ നേരം എടുക്കും. ഇത്ര നേരം കൊണ്ട് അതിലെ ഈർപ്പത്തിന്റെ അളവ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഈർപ്പത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 60 മുതൽ 65% ഈർപ്പം. അതായത് നമ്മൾ വൈക്കോല് കയ്യിലെടുക്കുമ്പോൾ നനവ് വേണം, പക്ഷെ പിഴിഞ്ഞ വെള്ളം വരരുത്. ഈ ഒരു കറക്റ്റ് ഈർപ്പത്തിന്റെ അളവാകുമ്പോൾ നമ്മൾ വൈക്കോലിനെ ചുമ്മാടായിട്ട് ചുറ്റി പോളിപ്രൊപ്പിലിൻ കവറിലാക്കിയാണ് നമ്മൾ തടം ചെയ്യുന്നത്. പോളിപ്രൊപ്പിലിൻ കവർ എന്ന് പറയുമ്പോൾ വീതിയും നീളവും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. പക്ഷെ അതിൻ്റെ കട്ടി അല്ലെങ്കിൽ ഗേജ് 150-നും 200-നും ഇടയ്ക്ക് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ ഈ കവറിൽ വൈക്കോൽ ഇറക്കി വെക്കുമ്പോൾ ഇത് കീറൽ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വൈക്കോൽ ചുറ്റി അതിനകത്ത് ഇറക്കി വെക്കുന്നു, ഒരു ചുമ്മാട വെക്കുന്നു, എന്നിട്ട് വിത്ത് പൊട്ടിച്ചിടുന്നു. അപ്പം വിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു കൃഷി പോലെ തന്നെയാണ് വിത്ത് ഗുണം 10 ഗുണം. നല്ല വിത്തല്ലെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയില്ല. കൂണിന്റെ വിത്തിനെ സ്പോൺ എന്നാണ് വിളിക്കുന്നത്. അത് വെള്ള നിറത്തിൽ ആണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ധാന്യത്തിലായിരിക്കും അത് വളർത്തിയെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 300 ഗ്രാം ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് വിത്ത്. ഈ 300 ഗ്രാമിന് ഞാൻ കൊടുക്കുന്ന വില 16 രൂപയാണ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഏകദേശം അതേ വിലയ്ക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വിത്തിൽ 300 ഗ്രാം ഉള്ള വിത്ത് കൊണ്ട് 2 കൂൺതടം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ആ 2 കൂൺതടം എന്ന് പറയുമ്പോൾ അതായത് 2 പോളി ബാഗിലുള്ള വൈക്കോലിനകത്ത് വെക്കുന്ന വിത്ത്. അപ്പം നമ്മൾ ഈ ചുമ്മാട് പോലെ ആക്കിയിട്ട് ഒരു ചുമ്മാട് ഇറക്കി വെക്കുന്നു. അതിൻ്റെ മുകളിൽ വശങ്ങളിൽ മാത്രം, അതായത് അകത്ത് വിത്ത് വീഴുന്നില്ല, കവറിൻ്റെ വശങ്ങളിലും കവറിനും വൈക്കോലിനും ചേർന്ന് വശങ്ങളിൽ വിത്തിടുന്നു. അടുത്ത ചുമ്മാട് ഇറക്കി വെക്കുന്നു. ഈ പ്ലാസ്റ്റിക് കവറിന്റെ നീളത്തിനനുസരിച്ച് ആ ചുമ്മാടിന്റെ എണ്ണം കൂടിയിരിക്കും.
എന്നിട്ട് ഈ കവറ് ഇതില് ചുമ്മാടുകൾ എല്ലാം കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ നല്ലവണ്ണം അതിനെ ചണക്കയർ കൊണ്ട് കെട്ടിവെക്കുന്നു. കെട്ടിവെച്ചിട്ട് ഇനി നമ്മൾക്ക് വായു സഞ്ചാരത്തിനുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. അത് പിൻ പ്രിക്ക് മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അതായത് മൊട്ടുസൂചി കൊണ്ടുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുന്നു. കാരണം കുറച്ചും കൂടെ വലിയ സുഷിരങ്ങളാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വളർച്ചാ ദശയിൽ കീടങ്ങൾക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മൊട്ടുസൂചി കൊണ്ടുള്ള സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഈ സുഷിരങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം തടം റെഡിയായി. അപ്പം ഇനി അടുത്ത നമ്മുടെ ആ വളർച്ചാ ദശ അല്ലെങ്കിൽ സ്പോൺഡ്രൻ സ്റ്റേജിൽ നമ്മൾ ഏതെങ്കിലും മുറിക്കകത്ത് സൂക്ഷിക്കുക. മുറിക്കകത്ത് നമുക്ക് തൂക്കിയിടാം, അല്ലെങ്കിൽ തറയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച്, അതായത് തറയോട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതെ നമുക്ക് തടങ്ങൾ നിരത്തി വയ്ക്കാം. തൂക്കിയിടുകയാണെങ്കിൽ കൂടുതൽ തടങ്ങൾ നമ്മൾക്ക് ഒരു മുറിക്കകത്ത് വെക്കാവുന്നതാണ്. കയറ് കെട്ടി നമുക്ക് കുറികളുണ്ടാക്കി അതിനകത്ത് തൂക്കിയിടാവുന്നതാണ്. ഒരാഴ്ച കഴിയുമ്പോൾ വൈക്കോലിന് പുറത്ത് പൗഡർ വിതറിയ പോലെ കൂൺ തന്തുക്കൾ വളർന്നു നിരക്കുന്നത് കാണാം. 20 ദിവസം കഴിയുമ്പോൾ തടങ്ങൾ പുറത്തെടുക്കുക. എന്നിട്ട് ഓരോ തടവും 2ആയി മുറിക്കുക. പാൽക്കൂൺ നന്നായി വളരുന്നതിന് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ കലർത്തിയ മിശ്രിതം ചേർത്ത് കൊടുക്കണം. ഇതിനായി തുല്യ അളവിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. അല്പം കുമ്മായവും ചേർക്കുന്നത് നല്ലതാണ്. ഈ മിശ്രിതം ഇഡ്ഡലി പാത്രത്തിൽ 1 മണിക്കൂർ പുഴുങ്ങി തണുപ്പിച്ചെടുക്കണം. മുറിച്ച കൂൺതടങ്ങളുടെ മുകളിൽ 1 ഇഞ്ച് കനത്തിൽ ഈ മിശ്രിതം നിരത്തണം. ഇവ പോളി ഹൌസുകളിലോ ഷെഡുകളിലോ തറയിൽ നിരത്തിവെക്കാം. ആവശ്യത്തിന് ഈർപ്പം നൽകാൻ കൂൺതടങ്ങൾ ദിവസേന നനയ്ക്കണം. വെള്ളം അധികമാകാതിരിക്കാൻ സ്പ്രേയർ ഉപയോഗിച്ചാണ് നനയ്ക്കേണ്ടത്.